ഹായ് ഓൾ, ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ഇൻഷുറൻസ് ഇൻഷുറൻസ് എന്നൊരു ഏരിയ ആണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ കോഴ്സ്, അതുപോലെ കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കോഴ്സ് തുടങ്ങിയ പരീക്ഷകളിലൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഏരിയ ആണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അല്ലെ. ഒരു വണ്ടിയെ സംബന്ധിച്ച് അതിന്റെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു സേഫ് ഗാർഡ് പോലെയാണ്. അതായത് നമുക്കിപ്പോ ഒരു വണ്ടി ആക്സിഡന്റ് ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും, അതായത് നമ്മൾ വിചാരിക്കാത്ത ഒരു റിസ്ക് വരുന്ന സമയത്ത് അവിടെ നിന്ന് നമ്മളെ ഫിനാൻഷ്യലി പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇൻഷുറൻസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ വണ്ടികൾക്കൊക്കെ നിർബന്ധമായിട്ടും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ഒരു ചെക്കിംഗ് ഒക്കെ പോകുന്ന സമയം നമുക്ക് ഫസ്റ്റ് അവർ നമ്മളോട് ചോദിക്കും ഇൻഷുറൻസിന്റെ പേപ്പർ എടുക്കുക, ലൈസൻസ് ഇത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത പേപ്പർ പറയുന്നത് ഇൻഷുറൻസിന്റെ പേപ്പർ എടുക്കുക എന്നാണ് പറയുന്നത് അല്ലെ. അതായത് ഒരു കമ്പനിയും ഒരു പേഴ്സൺ, ഒരു ഇൻഷുറൻസ് കമ്പനിയും ഒരു പേഴ്സൺ നമ്മളൊരു എഗ്രിമെന്റ് ആണ്, കോൺട്രാക്ട് ആണ് ഇൻഷുറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് നമ്മളൊരു പർട്ടിക്കുലർ ഇന്റർവെൽ ഇപ്പോ വണ്ടികളെ സംബന്ധിച്ച് നമുക്ക് എല്ലാ വർഷവും നമുക്ക് ഇത് എന്ത് ചെയ്യേണ്ടതുണ്ട്, പുതുക്കേണ്ടതുണ്ട്. അപ്പൊ ആ സമയത്ത് ഉണ്ടാവുന്ന എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളോ ലോസസ് ഒക്കെ എന്ത് കോമ്പൻസേറ്റ് ചെയ്തോളും നമ്മുടെ ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനി കോമ്പൻസേറ്റ് ചെയ്യും. ഇതാണ് ഇൻഷുറൻസ് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. നോർമലി നമുക്ക് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഇൻഷുറൻസ് കമ്പനികൾ ഒരു 4 ഇൻഷുറൻസ് കമ്പനിയാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ഗവൺമെന്റ് സെക്ടറിൽ. ഒന്ന് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി, അതിന്റെ ഹെഡ് ഓഫീസ് ന്യൂഡൽഹിയിലാണ്. പിന്നെ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, ഹെഡ് ഓഫീസ് അറ്റ് മുംബൈ. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, ഹെഡ് ഓഫീസ് അറ്റ് ചെന്നൈ. നാഷണൽ ഇൻഷുറൻസ് കമ്പനി, ഹെഡ് ഓഫീസ് അറ്റ് കൽക്കട്ട. അപ്പൊ ഈ 4 കമ്പനികളാണ് പ്രൈം കൺസേൺ നമ്മൾ പഠിക്കേണ്ടത്. ഇതല്ലാണ്ട് ഇപ്പൊ ഒരുപാട് എന്തുണ്ട്, പ്രൈവറ്റ് കമ്പനീസ് ഒരുപാട് ഉണ്ട്. ഗവൺമെന്റ് സെക്ടറിൽ നടന്ന് ഓർത്തിരിക്കുക. ഓറിയന്റൽ ഇൻഷുറൻസ് ഓഫ് കമ്പനി, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, നാഷണൽ ഇൻഷുറൻസ് കമ്പനി. കാരണം എന്തുകൊണ്ട് അത് ഓർത്തിരിക്കാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ഗവൺമെന്റ് സെക്ടറിലുള്ള കമ്പനീസിന്റെ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ താഴെ പറയുന്നതിൽ ഏതാണ് ഗവൺമെന്റ് ഓതറൈസേഷൻ ഇല്ലാത്തതെന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി. പ്രൈവറ്റ് സെക്ടറിൽ പിന്നെ ഒരുപാടുണ്ട്. ICICI, ബജാജ്, റിലയൻസ്, HDFC തുടങ്ങി ഒരുപാട് പ്രൈവറ്റ് കമ്പനീസും ഇപ്പോൾ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിവേ, നമ്മൾ ഇതിന്റെ ഒരു ടേംസിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 ടേമാണ്. ഒന്ന് ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ്, സെക്കൻഡ് പാർട്ടി ഇൻഷുറൻസ്, തേർഡ് പാർട്ടി ഇൻഷുറൻസ്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ. അപ്പോ ഈ ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത് വെഹിക്കിൾസ് ഓണേഴ്സ് റിലേറ്റഡ് ആണ്. രണ്ടാമത് സെക്കൻഡ് പാർട്ടി എന്ന് പറഞ്ഞാലാണ് ഇൻഷുറൻസ് കമ്പനിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞത് ഒരു കോൺട്രാക്ട് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിൽ 3 പാർട്ടീസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഒന്നാമത്തെ പാർട്ടി എന്ന് പറയുന്നത് വെഹിക്കിൾസ് ഓണർ ആണ്. സെക്കൻഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പൊ അത് കൃത്യമായി തന്നെ ഓർത്തിരിക്കുക. ചില ടെക്സ്റ്റ് ബുക്കുകൾ നേരെ തിരിച്ചു കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. നമ്മുടെ റെഫറൻസിൽ ഏതാണ്, ഫസ്റ്റ് പാർട്ടി വെഹിക്കിൾ ഓണറും സെക്കൻഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴും ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ് ആൻഡ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ നമ്മൾ പറയാറുണ്ടാവും. നമ്മുടെ ജനറൽ ആയിട്ട് നമ്മൾ വർത്താനൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇൻഷുറൻസ് ഏതാണ്, തേർഡ് പാർട്ടി ആണോ, ഫുൾ കവർ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പറഞ്ഞതാണ് പേഴ്സൺ എഫക്റ്റഡ് ബൈ ദ വെഹിക്കിൾ ആണ് തേർഡ് പാർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ വണ്ടി ഏതെങ്കിലും ഒരു ആക്സിഡന്റ് വരുന്ന സമയത്ത് ഈ വണ്ടി കൊണ്ട് ഉണ്ടാവുന്ന മൂന്നാമതൊരാൾ, ഇതുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരാൾ, അതാണ് തേർഡ് പാർട്ടി. അതാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് 3 ഓർത്തിരിക്കാം. ഒന്നാമത്തെ ആള് ഫസ്റ്റ് പാർട്ടി വെഹിക്കിൾസ് ഓണർ ആണ്. ഇറ്റ് മേ ബി ഏതാണ് ഇൻഷുർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. മറ്റത് ഇൻഷുറൻസ് കമ്പനിയാണ്, സെക്കൻഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പനിയാണ്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ആളാണ് തേർഡ് പാർട്ടി. എന്നാൽ എഫക്റ്റഡ് ബൈ ദ വെഹിക്കിൾ എന്ന് പറയുന്നത് ഏതായിരിക്കും, തേർഡ് പാർട്ടി ആയിരിക്കും. അപ്പൊ അത് 3 കൃത്യമായി തന്നെ നമ്മൾ ആ ഒരു സംഭവം ഓർത്തിരിക്കണം. ഇത് 2 ടൈപ്പ് ഫോംസ് നമുക്കിവിടെ പഠിക്കേണ്ടത്. ടൈപ്പ് എയും ടൈപ്പ് ബിയും, അല്ലെങ്കിൽ ഫോം എയും ഫോം ബിയും. ഫോം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലയബിലിറ്റി ആണ് ഇവിടെ കവർ ചെയ്യുന്നത്. അതായത് മറ്റേത് ഇപ്പൊ ടൈപ്പ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔൺ ഡാമേജ് പ്ലസ് ആക്ട് ലയബിലിറ്റി രണ്ടും വരുന്നത്. ഔൺ ഡാമേജ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറയാം. ഇനി ഈ പറയുന്നതിൽ തന്നെ ഈ ഫോം എയില് ഡീൽസ് വിത്ത് ലയബിലിറ്റി ഓഫ് തേർഡ് പാർട്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ തേർഡ് പാർട്ടി എന്നുകൂടെ, അതായത് ഒരു തേർഡ് പാർട്ടി ഫോം എന്നും കൂടെ പറയാറുണ്ട്. ലയബിലിറ്റി ഓഫ് തേർഡ് പാർട്ടി മാത്രമാണ് എന്തെന്ന് പറയുന്നത്, ഫോം എ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, ടു കവർ ആക്ട് ലയബിലിറ്റി മാത്രമാണ് ഫോം എയിലുള്ളത്. അവിടെ എന്താണ്, തേർഡ് പാർട്ടിന്റെ കൺസിഡറേഷൻ മാത്രമേ ഉള്ളൂ. ഇതും 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ലിമിറ്റഡ് ആൻഡ് അൺലിമിറ്റഡ് ഉണ്ട്. ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർട്ടൺ ലിമിറ്റ് മാത്രമാണ്, അതുകൊണ്ട് തന്നെ ലോ പ്രീമിയം ഉണ്ടായിരിക്കും. ഇനി അൺലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യും, കോമ്പൻസേഷൻ എനി ലിമിറ്റ് ഇല്ലാണ്ട് എന്ത് ചെയ്തോളും, കോമ്പൻസേറ്റ് ചെയ്തോളും. അപ്പൊ ഇവിടുത്തെ പ്രീമിയം എമൗണ്ട് എന്തായിരിക്കും, കൂടുതലും ആയിരിക്കും. ഇനി ഫോം ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔൺ ഡാമേജ് ലോസസും ഈ പറഞ്ഞ ലയബിലിറ്റിയും കൂടെ വരുന്നതാണ് ഫോം ബി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട് ഇവിടെ. അപ്പൊ ഈ എക്സ്റ്റൻഷൻ എന്തൊക്കെ ലെവലിൽ ഉണ്ടെന്ന് പറയാം. അതായത് ഈ ഔൺ ഡാമേജിൽ എന്ന് പറഞ്ഞാൽ
ഇപ്പൊ ഫയർ എക്സ്പ്ലോഷൻ, സെൽഫ് ഇഗ്നിഷൻ, ലൈറ്റ്നിങ്, ഇതുകൊണ്ടൊക്കെ വണ്ടിക്കുള്ള നാശനഷ്ടങ്ങൾ, റിയോട്ട് ആൻഡ് സ്ട്രൈക്ക് ഒക്കെ കിടക്കുന്ന വണ്ടി തല്ലി കുളിക്കുന്നതൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ എർത്ത് ഫ്ലഡ് ഉണ്ടാവുന്നത്, ആക്സിഡന്റ് മീൻസ് മലീഷ്യസ് ആക്ടിവിറ്റീസ്, ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്? ഈ പറയുന്ന ലോസ് ഓഫ് ഡാമേജ്, ഔൺ ഡാമേജിൽ വരുന്നതാണ്. ക്ലിയർ? ഫൈനാൻസ് ഓഫ് ഡാമേജുകൾ. അപ്പൊ ഇത് ഒരു വലിയ ലിസ്റ്റ് ആണ്. അപ്പൊ ജസ്റ്റ് ജനറലൈസ്ഡ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങളൊന്നും ഓർത്തിരുന്നാൽ മതി. ഇനി ഇതിൽ എക്സ്ക്ലൂഡ് ചെയ്ത കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതായത് ഇതിലൊന്നും പെടാത്തത് ഒന്ന് ഈ പറഞ്ഞ ഡെപ്രീസിയേഷൻ, കൺസിക്വൻഷ്യൽ ലോസസ്, വിയർ ആൻഡ് ടിയർ, അതുപോലെ തന്നെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ബ്രേക്ക് ഡൗൺസ്, പിന്നെ ടയറിന്റെ ഡാമേജ് കൊണ്ട് ഒരു ഡാമേജ് ടയർ അൺലെസ് ദ വെഹിക്കിൾ ഈസ് ഡാമേജ് അറ്റ് ദ സെയിം ടൈം. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 50% കോസ്റ്റ് റീപ്ലേസ് ചെയ്യുന്നു പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഡ്രഗ്, ലിക്കർ ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം വണ്ടി ഏതെങ്കിലും ആക്സിഡന്റിലൊക്കെ പെടുകയാണെങ്കിൽ അതൊന്നും എന്തിൽ പെടില്ല? ഈ പറയുന്ന നമ്മുടെ ഔൺ റിസ്കിൽ പെടില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. മെയിൻ്റെനൻസ് കൃത്യമായി ചെയ്തിരിക്കണം. മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവാൻ പാടില്ല. കാരണം ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലൊക്കെ വെച്ച് ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്, വണ്ടി ഇടയിൽ വെച്ച് നിന്ന് പോകാൻ പാടില്ല. അതായത് ഇപ്പൊ ടയർ കൂട്ടി നിൽക്കുക എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവാൻ പാടില്ല. കാരണം നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൃത്യമായ സമയത്ത് ഇത് മാറ്റാതെ റിപ്ലേസ് ചെയ്യുക, കൃത്യമായി സർവീസ് മെയിൻ്റെനൻസ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഒരു വെഹിക്കിൾ ഓണറുടെ ഉത്തരവാദിത്തമാണ്. അത് കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ അതൊക്കെ ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പൊ ഓർത്തിരിക്കുക, ഫോം എ ആൻഡ് ഫോം ബി കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കണം. ഇത് പോളിസി ഫോർ ആക്ട് ലയബിലിറ്റി എന്നറിയപ്പെടുന്നു. ഇവിടെ എന്ന് പറയുന്നത് ഫോം ബി എന്ന് പറയുന്നത് പോളിസി ഫോർ പ്രൈവറ്റ് കാർസ്, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, മോട്ടോർ സൈക്കിൾസ്, സ്കൂട്ടേഴ്സ്, ഇതൊക്കെ എന്നിൽ പെടുന്നതാണ് ഫോം ബിയിൽ. ഇതിലും അത് പെടുന്നുണ്ട്. ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ഒരു എക്സ്റ്റൻഷൻ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഒക്കെ എന്തിനാണ്? ഫോം ബിയിലാണ് വരിക. ക്ലിയർ? മറ്റേതൊക്കെ ഒരു പ്രൈവറ്റ് കാറിലൊക്കെ അങ്ങനത്തെ ഇതിലേക്കൊക്കെയാണ് കൂടുതൽ വരിക. ഓക്കെ, അപ്പൊ ഇത് ഫോം എ ആൻഡ് ഫോം ബി. മറ്റതിൽ കുറച്ചും കൂടെ ഒരു വൈഡർ റേഞ്ച് കിട്ടും. ഓക്കെ, ഇവിടെ ഒരു വൈഡർ റേഞ്ച് കിട്ടും ഫോം ബിയിൽ. അതാണ് അവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ലയബിലിറ്റി മാത്രം, മറ്റത് ഔൺ റിസ്കും കൂടെ കവർ ചെയ്യുന്നു. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, മോട്ടോർ ആക്സിഡന്റ്സ് ക്ലെയിം ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. MACT എന്ന് ഷോർട്ട് ഫോമിൽ വരുന്നു. MACT ചിലപ്പോൾ ഇതിന്റെ ഒരു ഫുൾ ഫോം ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് 1988 മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ട്രൈബ്യൂണൽ ആണ്. ട്രൈബ്യൂണൽ എന്തിനു വേണ്ടിയിട്ടാണ്? പെട്ടെന്ന് തീരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലെ? നമ്മൾ ട്രൈബ്യൂണൽ കേസിന് പോകാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ചാപ്റ്റർ 12 സെക്ഷൻ 165 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ട്രൈബ്യൂണൽ ഡിഫൈൻ ചെയ്യുന്നത് എവിടെയാണ്? അണ്ടർ ചാപ്റ്റർ 12 in section 165. ഏതിലാണ്? എസ്റ്റാബ്ലിഷ്ഡ് ബൈ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988. ഓക്കെ, ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു വണ്ടി ഒരു ആക്സിഡന്റിനെ പറ്റി കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു പെട്ടെന്ന് അതിന്റെ ഒരു റെമഡി, പ്രൊവൈഡ് റെമഡി ടു ദ വിക്ടിംസ് ഓഫ് ആക്സിഡന്റ് ബൈ മോട്ടോർ വെഹിക്കിൾ ഇൻ അപ്രോപ്രിയേറ്റ് ടൈം വിത്തൗട്ട് എനി പ്രിക്കോഷനേഷൻ. അതായത് ഈ പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ ദീർഘമായിട്ട് പോവാതെ, അധികം സമയം നഷ്ടപ്പെടുത്താതെ കൃത്യമായ സമയത്ത് ഈ ക്ലെയിം ആർക്ക് കിട്ടണം? ഈ പറയുന്ന പാർട്ടിക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രൈബ്യൂണലാണ് മോട്ടോർ ആക്സിഡന്റ്സ് ക്ലെയിം ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. കാരണം പണ്ടൊക്കെ ഈ ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കിട്ടാന്ന് പറഞ്ഞ ഒരുപാട് കാലതാമസം എടുക്കുന്ന ഒരു പ്രൊസീജിയർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ MACT വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ സിലബസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് MACTയുടെ ഫംഗ്ഷൻ. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ ഓർത്തിരിക്കുക, Motor Accident Claims Tribunal MACT courts handle those claims which are in relation to loss of life, property, or those injury cause arising out motor accidents. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ MACT എന്താണെന്ന് ഓർത്തിരിക്കുക, MACTന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഓർത്തിരിക്കുക. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഇൻഷുറൻസിന്റെ ഫംഗ്ഷൻസ്, പ്രധാനപ്പെട്ട ഗവൺമെന്റ് സെക്ടറിലുള്ള 4 ഇൻഷുറൻസ് കമ്പനികൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ പ്രൈവറ്റ് ജസ്റ്റ് ഓർത്തിരുന്നാൽ മാത്രം മതി. ഫസ്റ്റ് പാർട്ടി, സെക്കൻഡ് പാർട്ടി ആൻഡ് തേർഡ് പാർട്ടി ഡിഫറൻസിയേഷൻ എങ്ങനെ വരുന്നു എന്ന് ഓർത്തിരിക്കുക. അതുപോലെ ടൈപ്പ് ഫോം എ ആൻഡ് ഫോം ബി, അതിന്റെ ഡിഫറൻസ്, ഒന്ന് ആക്ട് ലയബിലിറ്റി, രണ്ടാമത്തേല് ഫോം ബി കവർ ചെയ്യുന്നത് ഡാമേജ് ലോസ് ആൻഡ് ആക്ട് ലയബിലിറ്റി. ഈ 2 പോയിന്റ്സ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, ഫോം എയും ഫോം ബിയും ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇനി ലോസ് ഓഫ് ഡാമേജ്, ഔൺ ഡാമേജുകളുടെ കാറ്റഗറിയിൽ ഏതൊക്കെ വരുന്നു, അതിൽ ഏതൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നു എന്ന് ഓർത്തിരിക്കാം.
പിന്നീട് നമുക്ക് അറിയേണ്ടത് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ MACT അതിന്റെ ഫുൾ ഫോം, എന്താണ് അതിന്റെ ഫംഗ്ഷൻ, ഏത് വർഷം എസ്റ്റാബ്ലിഷ് ചെയ്തു, ഏത് സെക്ഷനിലാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി തന്നെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് സെക്ഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന സെക്ഷനാണ്. കാരണം നമുക്ക് ചിലപ്പോൾ നമ്മൾ വിട്ടുപോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കും നമുക്കൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോവാം. അപ്പൊ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം, ഓർത്തിരിക്കാനും റിവൈസ് ചെയ്യാനും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇതിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും മുമ്പ് വന്നിട്ടില്ല, എന്നാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ സാധ്യത കാണാവുന്ന ഏരിയ കൂടിയാണ്. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ് വല്ല വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് സെക്ഷൻ നമുക്കൊരു പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ